സർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തന്നെ നിലവിലുള്ള മിഡിൽ ഈസ്റ്റ് സംഘർഷവുമായി ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു സാമ്പത്തിക നിയന്ത്രണം നമ്മുടെ രാജ്യത്ത് അത്യാവശ്യമാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് എത്രത്തോളം ഗൗരവമുള്ള കാര്യമാണ് എന്നതിനെ സംബന്ധിച്ച് പലരും ബോധവാന്മാരായിരുന്നില്ല. ഇപ്പോഴിതാ ഒരിക്കൽ കൂടി ഇത്തരത്തിൽ സാമ്പത്തിക നിയന്ത്രണം രാജ്യത്ത് വളരെ സ്ട്രിക്റ്റ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ റിപ്പോർട്ടുകൾ എത്രത്തോളം ാണ് പ്രധാനം പറഞ്ഞിരിക്കുന്ന ഈ ഒരു സാമ്പത്തിക നിയന്ത്രണത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? പ്രധാനമന്ത്രി പറഞ്ഞ ഈ സാമ്പത്തിക നിയന്ത്രണം അത്ര അത്ഭുതപ്പെടാനുള്ള സംഭവമായിട്ട് കാണേണ്ടതില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, മൻമോഹൻ സിംഗ്, നരസിംഹറാവു എന്നീ പ്രധാനമന്ത്രിമാരൊക്കെ തന്നെ അവരുടെ ഭരണകാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ ഇത്തരത്തിലുള്ള അച്ചടക്കം ആവശ്യമാണെന്ന് ആ കാലഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ പറഞ്ഞത് തന്നെയാണ് ഇന്നും നമ്മുടെ പ്രധാനമന്ത്രി പ്രത്യേകിച്ച് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അത് മാത്രം തന്നെ പറഞ്ഞിട്ടുള്ളൂ. അതിൽ പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് ഒന്ന്, എണ്ണ, പെട്രോൾ ഡീസൽ ഉപയോഗം മാക്സിമം കുറയ്ക്കുക. പിന്നെ LPG ഗ്യാസിന്റെ ഉപയോഗം കുറയ്ക്കുക. സ്വർണം ഒരു കൊല്ലത്തിന് തൽക്കാലം ആരും വാങ്ങരുത്. സ്വർണം നമുക്ക് ഭക്ഷണമൊന്നുമല്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളൂ. അത് പറഞ്ഞപ്പോൾ ഈ പഴയ കാലഘട്ടത്തെ ഒന്നും ഓർക്കാതെ ഇവിടുത്തെ പ്രതിപക്ഷം എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്, പ്രതിപക്ഷ നേതാവൊക്കെ. പക്ഷെ ഇവിടെ ആ പ്രതിപക്ഷ നേതാവിന്റെ ഫാദറായ രാജീവ് ഗാന്ധിയും അമ്മൂമ്മയായ ഇന്ദിരാഗാന്ധിയും ഒക്കെ ഇതേ സാമ്പത്തിക അച്ചടക്കം പറഞ്ഞുകൊണ്ട് അന്ന് പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കുക. ഇനി എന്നാൽ പോലും നമ്മുടെ പ്രധാനമന്ത്രി നമ്മളൊരു കാര്യം ആലോചിക്കണം. ഈ ക്രൂഡ് ഓയിലിന്റെ വില ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ദിവസവും കൂടുമ്പോൾ അത് ഇങ്ങനെ പോയാൽ ഇപ്പൊ ചെറിയൊരു പൈസ കൂട്ടിയിട്ടുണ്ട്. ഇപ്പോ ഒരു ഇന്നലെ മിനിഞ്ഞാന്ന് തൊട്ട് 3 രൂപ 4 രൂപ വെച്ച് കൂട്ടിയിട്ടുണ്ട്. അതിനു മുന്നേ എക്സൈസ് ഡ്യൂട്ടി കുറച്ചുകൊണ്ട് പെട്രോളിന് 8 രൂപയും ഡീസലിന് 6 രൂപയും കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ന്യൂസേ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് കണ്ടുകൊണ്ട് മുന്നേ അത് ചെയ്തതാണ്. അത് പോട്ടെ. എന്നാൽ പോലും ഈ 3 രൂപ 4 രൂപ കൂട്ടിയാൽ പോലും വീണ്ടും ക്രൂഡ് ഓയിലിന്റെ വില കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ കുതിക്കുകയാണെങ്കിൽ, അതനുസരിച്ച് ഇത് കൂട്ടുകയാണെങ്കിൽ ഒരു 100 രൂപ കൂട്ടിയാലും ഈ പ്രശ്നം തീരില്ല. അപ്പോ അത് ഒരിക്കലും നമ്മുടെ ഭരണകൂടം, പ്രധാനമന്ത്രിയോ ഇവിടുത്തെ ഓയിൽ കമ്പനികളോ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നില്ല. ഇവിടുത്തെ സാധാരണക്കാരായ കൃഷിക്കാര്, അല്ലെങ്കിൽ ട്രക്ക് ഡ്രൈവർമാര്, സാധാരണ ജനങ്ങള്, ഇവർക്കൊക്കെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന തരത്തിൽ തന്നെയാണ് ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. അപ്പോ ഒരു ദിവസം ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് 1000 കോടിയിൽ കൂടുതൽ രൂപ ഇന്ത്യക്ക് നഷ്ടമാണ് ഈ ക്രൂഡ് ഓയിൽ വില കൂടിയിട്ട്. എന്നാലും അത് വില കൂടാതെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ ഭരണകൂടം. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യക്ക് ഒരു മാസത്തിൽ 6 ലക്ഷം കോടി രൂപയാണ് ഈ ക്രൂഡ് ഓയിൽ വാങ്ങാൻ ഡോളറായിട്ട് ഇന്ത്യ പുറത്തേക്ക് കൊടുക്കുന്നത്. മനസ്സിലാക്കണം. അല്ല, 6 ലക്ഷം 12 ലക്ഷം കോടിയാണ് ക്രൂഡ് ഓയിലിന് കൊടുക്കുന്നത്. അതേമാതിരി സ്വർണം കൊണ്ടുവരാനായിട്ട് 6 ലക്ഷം കോടിയോ ചെലവാക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഇന്ത്യയുടെ പൈസ പുറത്തേക്ക് പോകുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ വിദേശ ടൂറിസ്റ്റ്, അതായത് വിദേശത്ത് ടൂറിസമായിട്ട് പുറത്തേക്ക് പോയി സ്വന്തം പോക്കറ്റിലെ പൈസ ചെലവാക്കിയിട്ട് പുറത്തേക്ക് ഒഴുകുന്നത് 28 ലക്ഷം ഡോളറാണ്. അപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇതിന് പറയുന്ന ഒരു വാക്കുണ്ട്, മാസീവ് ഡ്രെയിൻ എന്നാ പറയാ. അതായത് വലിയ തോതിലുള്ള ചോർച്ച. അതായത് 3 തരം കാര്യങ്ങളാണ്. ക്രൂഡ് ഓയിൽ വാങ്ങാൻ പൈസ പുറത്തേക്ക് പോകുന്നു, സ്വർണം വാങ്ങാൻ പൈസ പുറത്തേക്ക് പോകുന്നു, വിദേശ യാത്ര ചെയ്ത് പൈസയും കൊണ്ട് പുറത്തു കൊണ്ടുപോയി ഒഴുക്കി കളയുന്നു. ഇത് തൽക്കാലം
ഇന്ത്യക്കാർ എല്ലാവരും വിചാരിച്ചാൽ വളരെയധികം കുറയ്ക്കാൻ പറ്റും. ഇന്ത്യക്ക് ഈ ഒരു ഘട്ടത്തെ വളരെ ബുദ്ധിമുട്ടില്ലാതെ തരണം ചെയ്യാൻ കഴിയും എന്നതുകൊണ്ടാണ് പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ ഈ സ്വർണം തന്നെ എടുക്കൂ. ഈ ഒരു കൊല്ലം സ്വർണം ഇനിയും വില കൂടും. അപ്പൊ ഈ സ്വർണം എന്തിനു വാങ്ങണം? തൽക്കാലം ഒരു കൊല്ലം വാങ്ങാണ്ടിരിക്കൂ. അപ്പൊ സ്വർണം വാങ്ങാതെ വന്നാൽ ഇതിന് കച്ചവടം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ സ്വർണം പുറത്തുനിന്ന് വിരല് നിൽക്കും. അപ്പൊ പുറത്തുനിന്ന് സ്വർണം വിരല് നിന്നാൽ ഈ ഇന്ത്യയുടെ അകത്ത് നിന്ന് പൈസ പുറത്തേക്ക് പോവില്ല. ഇതാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതുപോലെ തന്നെയാണ് കാർ കൂപ്പിംഗ്. അതായത് നമ്മളിപ്പോ ഒരു ഓഫീസിൽ 10 ആളുണ്ട് വിചാരിക്കുക. ഇപ്പൊ എങ്ങനെയാണ് 10 ആൾക്ക് ഒരു കാറ് കാണും. അപ്പൊ അത് വേണ്ട. ഈ 10 ആളും കൂടിയിട്ട് ഒരു കാറിൽ വരികയും പോവുകയും ചെയ്യുകയാണെങ്കിൽ അത്രയും എണ്ണ നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇത് തന്നെയായിരുന്നു ഇന്നിപ്പോ ഞാൻ കേരള ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ആ സ്റ്റേഡിയത്തിൽ കഴിഞ്ഞിട്ട് ഈ മന്ത്രിമാര് മുഴുവൻ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പോ ഈ മന്ത്രിമാരെല്ലാവരും 21 ആള് ഓരോ കാർ എടുത്തു. അതിന് മുന്നിലും പിന്നിലും ഈ മറ്റേ പ്രൊട്ടക്ഷൻ പോലീസ് വണ്ടി ഓടി. അപ്പൊ ഞാനത് അപ്പൊ തന്നെ പറഞ്ഞു, നിങ്ങളിപ്പോ ഓട്ടോറിക്ഷയിൽ കയറി വന്നിട്ടാ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പോ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു വണ്ടിയിൽ കയറി സെക്രട്ടേറിയറ്റിലേക്ക് പോയാൽ ആ പൈസ ലാഭമായില്ലേ? പിന്നെ അവിടെ അതിനെക്കാട്ടി വലിയ പ്രോബ്ലം ഭയങ്കര ട്രാഫിക് ജാം ആയിരുന്നു. അപ്പൊ ഇത് ഒരു വണ്ടിയായിട്ട് മാറുമ്പോ അത് വലിയൊരു ലാഭം അവിടെ ഒരു മാതൃക കാണിക്കായിരുന്നു. പക്ഷെ ആ മാതൃക അവിടെ കണ്ടില്ല. അത് മാതൃക കാണിക്കുമ്പോഴാണ് പൊതുജനങ്ങളും ആ മാതൃക കാണിക്കാൻ തുടങ്ങുക. അപ്പോ നമ്മൾ ചെലവ് ചുരുക്കുക എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല, അത് ചെയ്ത് കാണിക്കുമ്പോഴാണ് അത് മാറ്റം വരിക. ഇപ്പൊ തന്നെ പ്രധാനമന്ത്രിയും മറ്റേ ആഭ്യന്തരമന്ത്രി അമിത് ഷാജിയും ഒക്കെ അവരുടെ സെക്യൂരിറ്റി കാറുകളുടെ എല്ലാം എണ്ണം കുറച്ചു. ആ ചെലവുകളെല്ലാം കുറച്ചിട്ടുണ്ട്. അതിപ്പോ കേരള മുഖ്യമന്ത്രിയും അത് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ ഈ ഒരു പ്രത്യേക സാഹചര്യം ഒരു കൊല്ലത്തിന് എല്ലാവരും കൂടി മനസ്സിരുത്തി നിർത്തിവെക്കുകയാണെങ്കിൽ വളരെയധികം നമുക്ക് സാമ്പത്തിക അച്ചടക്കത്തിലേക്ക് പോകാൻ പറ്റും. കൂടുതലായിട്ട് വർക്ക് ഫ്രം ഹോം നടപ്പാക്കുക. പല കമ്പനികൾക്കും അത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോവിഡ് സമയത്ത് നമ്മൾ നടപ്പാക്കിയതാണ് സ്കൂളുകളെല്ലാം വർക്ക് ഫ്രം ഹോം. സ്കൂളിൽ കുട്ടികൾ വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് പഠിക്കുക. അപ്പൊ ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഈ യാത്രക്ക് ചെലവാകുന്ന പൈസ, ആ എണ്ണ, അത് ലാഭം കിട്ടും. ഫുഡ് ലാഭം കിട്ടും. അപ്പൊ അത്തരത്തിലുള്ള ഏറ്റവും പറ്റാവുന്ന രീതികളാണ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് വർക്ക് ഫ്രം ഹോം എന്നുള്ള സിസ്റ്റം കൂടി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എല്ലാ മേഖലയിലും നമുക്ക് വലിയൊരു അച്ചടക്കം തന്നെ ഉണ്ടാവും. ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോ ഹോട്ടലുകളിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഹോട്ടലുകൾ പകുതി അടഞ്ഞു കിടക്കുക. അതൊന്നും തുറക്കുന്നില്ല. നന്നായി. കാരണം അതില്ലെങ്കിൽ കഴിക്കില്ലല്ലോ. മറ്റത് ഇത് വഴിയിലൊക്കെ നിർത്തി ഭക്ഷണം കഴിക്കായിരുന്നു. അപ്പൊ ചെലവ് ചുരുക്കുക, അവനവന്റെ വീട്ടിലുള്ള ഭക്ഷണം എടുത്ത് കഴിക്കുക, അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക, വിദേശ ടൂറിസം നിർത്തിവെച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ എത്രയോ നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. അവിടേക്കൊക്കെ ടൂറിന് പോവുക, ആ ടൂറ് നന്നായി കാണുക. അത് തന്നെ ലോകത്തിനെക്കാട്ടിയും വലിയ വലിയ ടൂറിസ്റ്റ് പ്ലേസുകൾ നമ്മുടെ ഭാരതത്തിൽ തന്നെയുണ്ട്. അത് തെരഞ്ഞെടുത്തുകൊണ്ട് ടൂർ പാക്കേജുകൾ ഉണ്ടാക്കി അത് ഉപയോഗിക്കുക. അപ്പോൾ ഈ പൈസ നമ്മുടെ ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ നിൽക്കും. ഈ 28 ലക്ഷം കോടി പുറത്തു പോകാതെ അത് ഇന്ത്യയിൽ തന്നെ നിലനിന്നുകൊണ്ട് നമ്മുടെ സാമ്പത്തിക രംഗം അച്ചടക്കത്തോടെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും. ഇത് തന്നെയാണ് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചതും. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമ്പത്തിക നിയന്ത്രണം കൊണ്ടുവരണമെന്ന് രാജ്യത്ത് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് പൊതുഗതാഗതം ഉൾപ്പെടെയുള്ളവ ഉപയോഗിക്കുക, സ്വകാര്യ വാഹനങ്ങൾ കുറച്ചു നാളത്തേക്ക് ഉപയോഗിക്കാതിരിക്കുക, അതുവഴി പെട്രോൾ ഡീസൽ ലാഭിക്കാൻ സാധിക്കും, വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ സാധിക്കും. ഇങ്ങനെ പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ഉൾപ്പെടെ ഇത്തരം നിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. രാജ്യത്തെ പൗരന്മാരോടും സാമ്പത്തിക നിയന്ത്രണത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എത്രത്തോളം ഇന്ത്യയിൽ ഇത് പ്രാക്ടിക്കലാക്കാൻ സാധിക്കും എന്നത് കണ്ടറിയേണ്ടത് തന്നെയാണ്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.